رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد فأوصيكم وإياي أولا بتقوى الله وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا. صدق الله العلي العظيم. ബഹുമാന്യരായ ഇന്നിവിടെ പ്രഭാഷണം നടത്തുന്ന ഹാഫിസ് കബീർ ബാബവി, വേദിയിലുള്ള ബഹുമാന്യ വ്യക്തികളെ, ഈ മഹത്തായ മജ്‌ലിസിൽ പങ്കെടുത്ത സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളുടെ ഈ ഒത്തുകൂടൽ ഒരു സൽക്കർമ്മമായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. വളരെ ശ്രേഷ്ഠമായ ഒരു മജ്‌ലിസിലാണ് നമ്മളിവിടെ സംബന്ധിച്ചിരിക്കുന്നത്. അല്ലാഹുവിന്റെ ദീനിനെ ഇവിടെ നിലനിൽക്കണമെങ്കിൽ, അഥവാ അതിനവിടെ നിലനിർത്തണമെങ്കിൽ, ആ ദീനിന്റെ ആത്മാവാകുന്ന ഇൽമിനെ ഇവിടെ വളർത്തിക്കൊണ്ടുവരണം. ഇൽമിനെ വളർത്തിയാൽ മാത്രമേ ദീന് നിലനിൽക്കുകയുള്ളൂ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചത്. പൂർവിക സമുദായങ്ങളുടെ ചരിത്രങ്ങളൊക്കെ അതിന്റെ എല്ലാം പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഈ പരിശുദ്ധ ദീൻ ലോകാവസാനം വരെ ഇവിടെ നിലനിർത്താനുള്ള ബാധ്യത ഈ ഉമ്മത്തിനാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതെങ്ങനെ നിലനിർത്താൻ സാധിക്കും? അത് നിലനിർത്താനാണ് ഈ പരിശുദ്ധമായ ദീനിന്റെ ജീവാത്മാവും പരമാത്മാവുമായ ഇൽമിനെ ഇവിടെ വളർത്തിക്കൊണ്ടുവരണം എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. കാരണം ഇൽമ് ഹയാത്തുൽ ഇസ്ലാമി വ ഇമാദുദ്ദീൻ, ഇസ്ലാമിന്റെ ഹയാത്തും ജീവനും ദീനിന്റെ നെടുന്തൂണുമാണ്. അഥവാ ഈ ദീൻ ഇവിടെ തളരാതെ അതിവിടെ നിലനിൽക്കണമെങ്കിൽ ദീനിനെ സംബന്ധിച്ച് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള വേദികൾ സൃഷ്ടിച്ചുകൊണ്ട് ദീനിയായ അറിവുകൾ കൈമാറാൻ ഈ ഉമ്മത്തിൽ അങ്ങനെയുള്ള ഒരു സംവിധാനം ഉണ്ടായേ പറ്റൂ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പരിശുദ്ധ ഖുർആൻ അല്ലാഹു അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച് പഠിക്കാനും ദീനിനെ മനസ്സിലാക്കാനും ഈ സമുദായത്തിലെ ഓരോ ആളുകളെയും അതിന് സജ്ജമാക്കുക, അവർക്ക് ദീൻ പഠിപ്പിക്കുക, ദീനിനെ സംബന്ധിച്ച് അവരെ മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ നിങ്ങളുടെ സദുപദേശം, നിങ്ങളുടെ അല്ലാഹുവിന്റെ ദീനിനെ സംബന്ധിച്ചുള്ള വിവരണം അത് ഉൾക്കൊള്ളുന്ന ഒരു സമുദായമാണ് മുഅ്മിനീങ്ങൾ. ആ മുഅ്മിനീങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരം കിട്ടുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. നമ്മളുടെ ഈ ദീനി ഈ കണ്ട കാലം വരെ ഇവിടെ നിലനിൽക്കുന്നതിന്റെ പിന്നിലുള്ള രഹസ്യവും ഈ വസ്തുതയാണ്. 1500 വർഷക്കാലത്തെ പഴക്കം പരിശുദ്ധ ഇസ്ലാമിന് അല്ലെങ്കിൽ ഈ ഉമ്മത്തിലെ ദീനിലുണ്ട് എന്നത് നമുക്കൊക്കെ അറിയാം. എന്നാൽ ഈ പഴക്കമൊക്കെ ഉണ്ടായിട്ടും അല്ലാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച് അതിന്റെ പഴമയോ തനിമയോ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ മുസ്ലിം സമുദായത്തിന് സാധിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അവിടുത്തെ ചുരുങ്ങിയ 23 കൊല്ലക്കാലം കൊണ്ടുണ്ടാക്കിയ പരിശുദ്ധമായ ഒരു പ്രസ്ഥാനം, അല്ലാഹുവിന്റെ ആ ദീൻ,
അതെങ്ങനെയാണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെങ്കിൽ അതുപോലെ തന്നെ പഠിക്കുകയും അതിനനുസരിച്ച് നിലനിർത്തുകയും ചെയ്ത് ഈ കഴിഞ്ഞ കാലങ്ങൾ മുഴുവനും മുസ്ലിം സമുദായത്തിന് പരിശുദ്ധമായ ദീനിന്റെ അനുയായികളായി ജീവിക്കാൻ സാധിച്ചു. അതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഈ ദീനിനെ പഠിപ്പിക്കപ്പെടുന്ന സമ്പ്രദായം അത് പരിശുദ്ധമായ മുസ്ലിം സമുദായത്തിൽ ആ കാലം മുതൽ ഈ കാലം വരെ നിലനിന്നു വരികയാണ്. അതാണ് അതിന്റെ രഹസ്യം. കഴിഞ്ഞ സമുദായങ്ങളെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അവർക്ക് നമ്മൾ ഇന്ന് ചെയ്തു പോരുന്നത് പോലുള്ള ഒരു രീതിയോ ഈ നിലക്കുള്ള സമ്പ്രദായമോ ഉണ്ടായിരുന്നില്ല. അള്ളാഹുവിന്റെ ദീനാണ് അവരുടെ ഈ കയ്യിലുള്ളത്. പരിശുദ്ധമായ അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. മൂസ നബിയുടെ ജനത, അവർക്ക് മൂസ നബിയാണ് പ്രവാചകനായി വന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഗ്രന്ഥമാകുന്ന തൗറാത്താണ് അവർക്ക് ലഭിച്ചത്. ഈസ നബിയുടെ ജനത, അവർ ഈസാ നബിയെ അംഗീകരിച്ചു വന്ന ഒരു സമുദായമാണ്. അവർക്ക് അള്ളാഹുവിന്റെ ഗ്രന്ഥം ലഭിച്ചു. തൗറാത്ത് പോലെ തന്നെ ഇഞ്ചീൽ ആ സമുദായത്തിന് ലഭിച്ചു. ഈ തൗറാത്തും ഇഞ്ചീലും ഒക്കെ ലഭിച്ച മൂസ നബിയുടെയും ഈസ നബിയുടെയും ഒക്കെ ഉമ്മത്താകാൻ സാധിച്ച ഈ വിഭാഗത്തിന് യഥാർത്ഥത്തിൽ അവരുടെ കയ്യിൽ കിട്ടിയ ദീനിനെ സംരക്ഷിച്ചു പോരാൻ കഴിഞ്ഞില്ല. അവർക്ക് നിലനിർത്തി പോരാൻ കഴിഞ്ഞില്ല. അവരുടെ ദീനിൽ പിൻകാലത്ത് വന്നതായ ആളുകൾ അതിനെ സംബന്ധിച്ച് പഠിക്കാനോ മനസ്സിലാക്കാനോ ഉള്ള അവസരം അവർക്ക് ലഭിക്കാത്തതിന്റെ പേരിൽ അവരുടെ കയ്യിൽ നിന്നും അത് കൈമോശം വന്നുപോയി. അവരിൽ നിന്ന് കൈവിട്ടുപോയി. യഥാർത്ഥമായ തൗറാത്തിന്റെയോ ഇഞ്ചീലിന്റെയോ ആ മഹത്തായ മാർഗം ഇന്ന് ജൂത ക്രിസ്ത്യാനികളുടെ കയ്യിലില്ല. അതുണ്ടാകാതിരിക്കാനുള്ള കാരണം ആ ഉമ്മത്തിൽ ഇങ്ങനെയുള്ള ഒരു സമ്പ്രദായം ഉണ്ടായില്ല എന്നതാണ്. അവരിൽ നിന്ന് കുറച്ച് ആൾക്കാർ പഠിച്ചു ദീനിനെ സംബന്ധിച്ച്. അതവർ സ്വന്തം ഒരു കൈമുതലാക്കി അവിടെ സൂക്ഷിച്ചു വെച്ചു. ആർക്കും കൈമാറിയില്ല. ദീനെ സംബന്ധിച്ച് പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയില്ല. ദീനെ അവർ പഠിപ്പിച്ചു കൊടുത്തില്ല. അങ്ങനെ വന്നപ്പോൾ ഈ ജാഹിലീയങ്ങളായ വിവരമില്ലാത്ത ഒരു സമുദായത്തിൽ അവർ വിചാരിച്ചതൊക്കെ അവർക്ക് നടത്താൻ സാധിച്ചു. അവരെന്തൊക്കെ ചെയ്തതൊക്കെ തന്നെ ആ ഉമ്മത്തിൽ അവരുടെ മഹത്തായ അല്ലാഹുവിന്റെ ആ മാർഗത്തെ അവരിൽ നിന്നും തെറ്റിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അവർക്ക് നടത്താൻ സാധിച്ചു. അവരൊക്കെ ഇത്തഹദു അഹ്ബാറഹും റുഹ്ബാനഹും ഈ ആലിഹത്തൻ അല്ലാഹുവിന്റെ ആ പരിശുദ്ധ ദീനിനെ സ്വീകരിച്ചു വന്ന ആ വിഭാഗക്കാരെ സംബന്ധിച്ച് ഈ അഹ്ബാറും റുഹ്ബാനുമാകുന്ന അവരുടെ കൂട്ടത്തിലുള്ള ദീനിനെ സംബന്ധിച്ച് അല്പം അറിയുന്നവരെ അവരുടെ ദൈവങ്ങളാണ്, ഇലാഹുകളാണ് എന്നിവരെ വിശ്വസിപ്പിച്ചു. അങ്ങനത്തെ ഒരു സ്ഥിതി അവരുണ്ടാക്കിയെടുത്തു. അതിന്റെ കാരണം കൊണ്ടാണ് പരിശുദ്ധമായ അല്ലാഹുവിന്റെ മാർഗം മഹാനായ അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽക്ക് ഈ സമുദായം മുസ്ലിമീങ്ങൾക്ക് അഥവാ മനുഷ്യർക്ക് തന്നെ അല്ലാഹു നൽകിയിരിക്കുന്ന ആ ഇസ്ലാമിനെ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ ഇടവന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചു കൊടുത്തു, ധരിപ്പിച്ചു കൊടുത്തു. ഈ ഒരവസ്ഥ ഒരിക്കലും തന്നെ മുസ്ലിം സമുദായത്തിൽ വരാൻ പാടില്ല. കാരണം അവർക്ക് കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടായെങ്കിലും അവർക്ക് ശേഷം പിന്നെ പ്രവാചകന്മാരെ വരാനുണ്ടായിരുന്നു. കഴിഞ്ഞ കാല സമുദായങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ദീനിന്റെ യാഥാർത്ഥ്യം നഷ്ടപ്പെട്ടാൽ അതിനെ പുനർജീവിപ്പിക്കാനും അതിനെ രണ്ടാമത്തെ ഹയാത്താക്കാനും അല്ലാഹുവിന്റെ പ്രവാചകന്മാർ വരുന്നു. അങ്ങനെ ഒരു പ്രവാചകൻ ഇനി വരാനില്ല എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് ശരിക്കും ബോധ്യപ്പെട്ടില്ല. നബിയെ വഴുതി എന്റെ ശേഷം ഇനി നബി വരില്ല. എന്നെ കൊണ്ട് നബിമാരുടെ ആ പരമ്പര തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഈ ദീനിനെ ഇവിടെ നിലനിർത്താൻ ആ പരമ്പരയുടെ അഥവാ നബിമാരുടെ അനന്തരാവകാശികളായ ആളുകൾ ഈ ഉമ്മത്തിലുണ്ടാവണം. അവരാണ് യഥാർത്ഥത്തിൽ ദീന് പഠിച്ച പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാരിവിടെ അവരുടെ ഈ സമുദായത്തിന് ദീന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. അതൊക്കെ നബിയെ തങ്ങൾ പഠിപ്പിക്കുക, ഈ സമുദായത്തിന് നിങ്ങൾ ദീന് പഠിപ്പിക്കുക. അതനുസരിച്ച് ജീവിക്കാൻ അവരിലുള്ള നല്ല ആളുകൾക്കൊക്കെ തന്നെ സാധിക്കും. ആ നിലക്ക് അല്ലാഹുവിന്റെ റസൂൽ ഈ മഹത്തായ ഈ ഒരു പാരമ്പര്യം ഈ സമുദായത്തിൽ നിലനിർത്തിയതിന്റെ ഭാഗമായി
ഇങ്ങനെ തുടർന്നു വരുന്നത് കൊണ്ടാണ് ഇന്ന് നിങ്ങൾ നോക്കൂ, മുസ്ലിം ഉമ്മത്തിന് ഒരപകടവും സംഭവിച്ചിട്ടില്ല. പരിശുദ്ധമായ മദീനയിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണോ ഈ ദീന് ഇവിടെ നിലനിർത്തിപ്പോന്നതെങ്കിൽ അതതുപോലെ ഇപ്പോൾ നിൽക്കുന്നു. ഒരു മാറ്റവുമില്ല. നമസ്കാരത്തിൽ മാറ്റമില്ല, നോമ്പനുഷ്ഠാനത്തിൽ മാറ്റമില്ല, നമ്മളുടെ മറ്റ് സൽക്കർമ്മങ്ങളിൽ മാറ്റമില്ല, ഒന്നിനും തന്നെ മാറ്റമില്ല. അത് മാറ്റമില്ലാതെ കാത്തു സൂക്ഷിക്കാൻ സാധിച്ചത് അല്ലാഹുവിന്റെ റസൂൽ ഈ ഉപദേശം ഉമ്മത്തിന് നൽകുകയും അതിനനുസരിച്ചുകൊണ്ട് ഉമ്മത്ത് അത് സ്വീകരിച്ചു പോരുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇതുപോലുള്ള പരിപാടികളൊക്കെ. ഇങ്ങനെയുള്ള പരിപാടികൾ ബഹുമാന്യരായ പണ്ഡിതന്മാർ അവരെ ആ മഹത്തായ ദീനിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇതുപോലുള്ള ആളുകളൊക്കെ വിളിച്ചുകൂട്ടി അവരെ പഠിപ്പിക്കുകയും മുമ്പ് കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു നമുക്കറിയാമല്ലോ. നീണ്ടകാലം 40 ദിവസവും 2 മാസവും ഒക്കെ നടന്നിരുന്ന വയലുകൾ, ആ വയലിൽ ഒരുപാട് മാലൂമാത്തുകൾ കിട്ടിയിരുന്നു, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചിരുന്നു. അങ്ങനത്തെ ഒരു രീതി നമ്മളുടെ നാടുകളിലൊക്കെ ഉണ്ടായി. അതുകൊണ്ട് എല്ലാവർക്കും ദീനിനെ സംബന്ധിച്ച് അറിയാൻ കഴിഞ്ഞു. അവരുടെ ആ ദീനിയായ ജീവിതം അതിന് നന്നായ നിലയ്ക്ക് കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചു. അത് തന്നെ ഇനിയും ഈ സമുദായത്തിൽ എന്നും നിലനിൽക്കണം എന്നതിന്റെ ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം മജ്‌ലിസുകളൊക്കെ സംഘടിപ്പിക്കപ്പെടുന്നത്. നമുക്കറിയാം ഈ കാലഘട്ടം വളരെ മോശമാണ്, വളരെ മോശമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. മനുഷ്യൻ ജീവിതത്തിൽ ഏതെല്ലാം വിധത്തിൽ നാശാകാനും മോശമാകാനും ഒക്കെ സാധിക്കുന്ന സൗകര്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള എല്ലാവിധ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് അല്ലാഹുവിന്റെ ദീനുമായി മല കയറണമെന്ന് പറഞ്ഞ ആ കാലഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദീന് രക്ഷപ്പെടണമെന്ന് ദീനുമായി മല കയറണം. നാട്ടിൽ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ. എന്തുകൊണ്ട്? പൈശാചികമായ എല്ലാവിധ കടന്നുകയറ്റവും നമ്മളിൽ ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദീനീ ബോധമുള്ള ആളുകൾ, ദീനിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയ ആളുകൾ അവരിവിടെ ഉണ്ടാകണം. അവരെ ഉത്ബുദ്ധരാക്കുക എന്ന ആ മഹത്തായ ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ ഇങ്ങനെയൊരു പരിപാടിയും സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പരിപാടി വളരെ ശ്രേഷ്ഠമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന് നിങ്ങൾക്കൊക്കെ പറ്റുന്ന, നിങ്ങളെയൊക്കെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന അതിന്റെ പ്രഭാഷകന്മാരാണ് ഇവിടെ ഒന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ നമുക്ക് പകർത്താനുള്ള എല്ലാ നന്മകളും ഗുണങ്ങളും നമ്മളുടെ ജീവിതത്തിൽ പകർത്തി അതിനനുസരിച്ച് ജീവിച്ച് നല്ലവരായി തീരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇന്നിവിടെ സംസാരിക്കുന്ന കബീർ ബാക്കബിയുടെ പ്രഭാഷണം അത് ശ്രവിക്കാൻ വന്നിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ച് ജീവിക്കണം എന്ന് നിങ്ങളോട് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ മഹത്തായ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ നാമത്തിൽ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.